എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 മാത്സ് ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറായിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. 8 മാർക്കിന് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. അതിലെ 5 പ്രധാനപ്പെട്ട മെത്തേഡ്സും അതിൻ്റെ എക്സാമ്പിളുമാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റത്തെ മെത്തേഡ് നോക്കാം. ഓർഡർ ആൻഡ് ഡിഗ്രി എന്നുള്ളതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എത്ര എണ്ണമുണ്ട് അതാണ് അതിൻ്റെ ഓർഡറും, അതിൻ്റെ പവർ എത്രയാണ് അതാണ് ഡിഗ്രിയും ഇതിൽ വരുന്നത്. ബേസിക്കലി ഒരു 2 മാർക്കിന് വരെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓർഡർ ആൻഡ് ഡിഗ്രി എന്നുള്ളത്. അടുത്തത് ഫോർമേഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യാനാണ് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അത് എ ബി അതുപോലത്തെ ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് എത്ര പ്രാവശ്യമാണോ ഉള്ളത് അത്ര പ്രാവശ്യം നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക സൊല്യൂഷൻസ് കണ്ടെത്തലാണ് ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പറയുന്നത്. മൂന്നാമത്തേത് നോക്കാം, വേരിയബിൾ സെപ്പറബിൾ. അതായത് എക്സ് അതുപോലെ തന്നെ വൈ എന്നുപോലത്തെ വേരിയബിൾസ്, ആ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ എന്നുള്ളത്. നാലാമത്തേത് നോക്കാം, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതാണ്. അതായത് y = vx എന്ന രീതിയിലാക്കിയിട്ട് അതിനെ ഡിറൈവ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അഞ്ചാമത്തേത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ക്വസ്റ്റ്യനിൽ നമുക്ക് dy/dx + py = q എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവുക. വൈയുടെ കൂടെയുള്ളത് പിയും q എന്നതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയിരിക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ ആയിട്ടുള്ള ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ = p dx കാണാം. അതിനുശേഷം ജനറൽ സൊല്യൂഷൻസ് കാണാം. ജനറൽ സൊല്യൂഷൻ്റെ ഇക്വേഷൻസ് y integral factor = integral q × integral factor dx എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²s/dt² all cube + 4 × ds/dt all⁵ + 4 = 0. ക്വസ്റ്റ്യനിൽ നമ്മളോട് ഓർഡറും ഡിഗ്രിയും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഓർഡർ നമുക്ക് നോക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്ര പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ എണ്ണമാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ. എന്നൊക്കെ ശ്രദ്ധിക്കുക, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എത്ര പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എണ്ണം. ഇവിടെ നോക്കൂ, d²s/dt² ds/dt എന്നത് ഇവിടെ എത്ര പ്രാവശ്യമാണ് എടുത്തത്? ഒരു വട്ടം എടുത്തു, 2 വട്ടം എടുത്തു. അപ്പോൾ ഇവിടെ 2, അതായത് d²ന് 2. ഈ 2 ആണ് ഇവിടുത്തെ ഓർഡർ ആയിട്ട് വരിക. അടുത്തത് ഡിഗ്രി നമുക്ക് നോക്കാം. ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d²s/dt² ആണ്. അതിൻ്റെ പവറാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ d = 3 എന്ന് വരും നമുക്ക്. ഇവിടെ ds/dt all⁵ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് 5 വന്നില്ല എന്നുള്ളൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ds/dtക്ക് ഓർഡർ 1 ഉള്ളൂ ഇവിടെ, പക്ഷേ ഇവിടുത്തെ ഓർഡർ 2 ആണ്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറാണ് എന്ത്? ഡിഗ്രി എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഒബ്റ്റെയിൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു y = a cos x + p എന്നാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ഫോർമേഷൻ ചെയ്യാനാണ്, അതായത് ഒബ്റ്റെയിൻ ഫോർമേഷൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ എണ്ണം എത്രയുണ്ട് എന്ന് നോക്കുക, അത്രയും പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക. അങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടുകയാണ്. ചോദ്യം ഞാൻ എടുത്ത് എഴുതുകയാണ്. y = a cos x + b എന്നാണ് ചോദ്യം. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് എയും ബിയും ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. 2 പ്രാവശ്യമാണ്, 2 തവണയാണ് കോൺസ്റ്റൻ്റ് ഉള്ളത്, എയും ബിയും 2 വട്ടം.
അപ്പോൾ 2 വട്ടം ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. സോ y is equal to a cos x plus b എന്നുള്ളതിന് ഞാൻ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ആദ്യത്തെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. y-യുടെ ഡെറിവേറ്റീവ് dy by dx is equal to a കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് ബി. എക്സിൻ്റെ ഡെറിവേറ്റീവ് വെച്ചാൽ 1 ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നില്ല. ഇനി രണ്ടാമത്തെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ഡെറിവേറ്റീവ് എടുക്കുകയാണ്. dy by dxൻ്റെ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ y by dx സ്ക്വയർ. എ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് മൈനസ് സൈൻ അവിടെ പുറത്തിട്ടു, കോസ് എക്സ് പ്ലസ് ബി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. എ മൈനസ് എ കോസ് ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. എ കോസ് എക്സ് പ്ലസ് ബി ആണ് y എന്ന് നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ y എന്ന് നമുക്ക് കൊടുക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈന് ശ്രദ്ധിക്കുന്നതോടെ മൈനസ് ഉണ്ട്, മൈനസ് y എന്ന് നമ്മൾ കൊടുത്തു. ഇനി മൈനസിനെ ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു ഇക്വേഷൻ രൂപത്തിലേക്ക് ആക്കണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു രൂപത്തിലേക്ക് നമുക്ക് ആക്കണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തു. ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കിവിടെ കിട്ടി. ഒന്നും കൂടെ പറയാം. ഒബ്റ്റെയിൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y is equal to a cos into x plus b എന്നാണ് ചോദ്യം. ആദ്യം തന്നെ ആർബിട്രറി കോൺസ്റ്റന്റ് എയും ബിയും ആർബിട്രറി കോൺസ്റ്റന്റ് എത്ര എണ്ണമുണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് ചെയ്യാം, ഇക്വേഷന് ഡെറിവേറ്റീവ് ചെയ്യാം. ഇവിടെ എ ബി 2 വട്ടമാണുള്ളത്. അപ്പോൾ 2 വട്ടം നമ്മൾ എന്ത് ചെയ്തു, ഡെറിവേറ്റീവ് ചെയ്തു. വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി എക്സ് എഴുതി. എ കോൺസ്റ്റന്റ് ആണ്. എ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, രണ്ടാമത്തേതിൽ എന്തത് വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുകയാണ്. ഡി വൈ ബൈ ഡി എക്സിന് ഡെറിവേറ്റീവ് ചെയ്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു സൈനിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എന്നുള്ളത്, മൈനസ് സൈൻ നമ്മൾ ഇവിടെ പുറത്തേക്ക് ഇട്ടു, എക്സ് പ്ലസ് ബി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അത് നമ്മൾ എടുത്തെഴുതുന്നില്ല. ഇനി ശ്രദ്ധിക്കുക, എ കോസ് എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വൈ ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ വൈ എന്ന് എഴുതാം, മൈനസ് സൈനും കൂടെ എഴുതാം. ഇനി മൈനസ് വൈനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ. ചോദ്യം ശ്രദ്ധിക്കാം. ജനറൽ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കിയാൽ നമുക്കിതിനെ കണ്ടെത്താവുന്നതാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഒരു ഭാഗത്തും എക്സ് ഉള്ള ഒരു ഭാഗത്തേക്കും കൊണ്ടുപോവുക. ഇവിടെ ശ്രദ്ധിക്കാം, ഡി വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ. ഈ ഡിവൈഡ് ബൈ ഡി എക്സിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇൻറ്റു ഡി എക്സ്. ആദ്യമേ നമ്മൾ ചെയ്തു, ഇറ്റ് ഈസ് എ വേരിയബിൾ ഫോം. നമ്മൾ ഇതിനൊരു വേരിയബിൾ ഫോമാക്കി മാറ്റിക്കഴിഞ്ഞു. എക്സിലുള്ള ടൈമിനെല്ലാം ഒരു ഭാഗത്തേക്കും വൈയുള്ള ടൈമിനെയെല്ലാം മറ്റൊരു ഭാഗത്തേക്കും കൊണ്ടുവന്നു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനാണ്. 2 സൈഡും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. Integrate both sides. Integration of dy by 1 plus y square is equal to integration of 1 plus x square into dx. Integration of dy by 1 plus y square എന്നാണ്. നമുക്കറിയാം 1 by 1 plus x square ൻ്റെ ഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ
tan inverse x എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റിഗ്രേഷൻ ഓഫ് 1/1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഇൻറ്റിഗ്രേഷൻ എന്തായിരിക്കും? tan ഇൻവേഴ്സ് x ആണെങ്കിൽ ഇവിടെ y ഇസ് ഈക്വൽ ടു 1ൻ്റെ ഇൻറ്റിഗ്രേഷൻ x സ്ക്വയറിൻ്റെ ഇൻറ്റിഗ്രേഷൻ x ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് c. ഇപ്പോൾ എന്തൊരു ഒരു ജനറൽ സൊല്യൂഷൻസ് ഇതിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഒട്ടും കൂടി പറയാം. ജനറൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് dy/dx ഇസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആദ്യമേ തന്നെ ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമാക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് y ടേമിനെല്ലാം ഒരു സൈഡിലേക്കും x ടേമിനെല്ലാം മറ്റൊരു സൈഡിലേക്കും നമുക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ dy-നെയും ഇവിടുത്തെ 1 പ്ലസ് വൈ സ്ക്വയറിനെയും നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 1 പ്ലസ് എച്ച് സ്ക്വയർ ഇവിടെ എഴുതി. ഡിവൈഡ് ബൈ ഡി എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഇൻറ്റു ഡി എക്സ് എന്നാക്കി. ഇതൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമാണ്. വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റിഗ്രേറ്റ് ദി ബോത്ത് സൈഡാണ്. രണ്ട് സൈഡും ഇൻറ്റിഗ്രേറ്റ് ചെയ്യലാണ്. ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻറ്റിഗ്രേഷൻ ഓഫ് dy/1 പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് 1 പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്നാക്കി. ഇൻറ്റിഗ്രേഷൻ ഓഫ് 1/1 പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എക്സ് ആണ്, ഇക്വേഷനിലുള്ളതാണ്, പഠിക്കുക. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ ഓഫ് 1/1 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് tan ഇൻവേഴ്സ് y എന്നുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് 1ൻ്റെ ഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ x ആണ്, പ്ലസ് എച്ച് സ്ക്വയറിൻ്റെ ഇൻറ്റിഗ്രേഷൻ x ക്യൂബ് ബൈ 3 പ്ലസ് c. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന സെക്ഷനിലെയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണത്. 4 മാർക്കിന് വരെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx പ്ലസ് 3y ഇസ് ഈക്വൽ ടു e⁻²-2x എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ സെക്ഷനിൽ ജനറൽ സൊല്യൂഷൻ തന്നെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടായിരുന്നു. അത് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് ചെയ്തത്. എന്തുകൊണ്ട് ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ചെയ്തുകൂടാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാം. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ dy/dx പ്ലസ് 3y ഈസ് ഈക്വൽ ടു e⁻²-2x എന്നാണ്. അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ dy/dx പ്ലസ് py ഈസ് ഈക്വൽ ടു q എന്നൊരു ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിലേക്ക് ഇത് മാറിയത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെ വൈയുടെ സ്ഥാനത്ത്, അതായത് ഇവിടെ വൈയുടെ സ്ഥാനത്ത് പി ആണ്, ഇവിടെ വൈയുടെ സ്ഥാനത്ത് 3 ആണുള്ളത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. നോക്കാം, ക്യൂ എന്നൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഈസ് ഈക്വൽ ടു ക്യൂ എന്നത്. അപ്പോൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തുള്ളത് ക്യൂ ഈസ് ഈക്വൽ ടു e⁻²-2x എന്ന് നമുക്ക് കിട്ടി. ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ നമുക്ക് കാണാം. ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് e⁻ഇന്റഗ്രൽ പി ഡി എക്സ് എന്നുള്ളത്. അപ്പോൾ ഐ ഡോട്ട് എഫ്, അത് ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു e⁻പിയുടെ അവിടെ നമ്മൾ എന്ത് കൊടുത്തു? 3 എന്ന വാല്യൂ കൊടുത്തു ഇൻറ്റു ഡി എക്സ് എന്നത്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് 3. ഇൻറ്റിഗ്രേഷൻ ഓഫ് 1 ഈസ് ഈക്വൽ ടു എക്സ്, ഇൻറ്റിഗ്രേഷൻ ഓഫ് 3 എന്തായിരിക്കും? 3x. അത് നമ്മൾ എടുത്തെടുക്കുന്നു. പിന്നെ e⁻3x ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ നമുക്ക് കിട്ടി. അടുത്തത് ജനറൽ സൊല്യൂഷൻസ് നമുക്ക് കാണാം. ജനറൽ സൊല്യൂഷൻസ് GS y ഇൻറ്റു IF ഇസ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് q ഇൻറ്റു IF ഇൻറ്റു dx എന്നതാണ്. അപ്പോൾ ഇത് നേരെ എടുത്തെഴുതുക. നമുക്ക് y എന്ന് പറഞ്ഞാൽ y, ഓക്കെ. ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ IF എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. എന്ത്? e⁻3x എന്ന് നമുക്ക് കിട്ടി. e⁻3x ഇസ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് ക്യൂയുടെ വാല്യൂ നമുക്കറിയാം. എന്ത്? e⁻²-2x. e⁻²-2x ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടറിൻ്റെ വാല്യൂ നമുക്കറിയാം e⁻x ഇൻറ്റു e⁻3x ഡോട്ട് ഡി എക്സ് നമുക്ക് കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് പോകാം. y ഇൻറ്റു e⁻3x ഈസ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് m ഇൻറ്റു an ഇസ് ഈക്വൽ ടു a⁻m പ്ലസ് n എന്നാണ്. ആ ഒരു ഫോമിലേക്ക്
ഇത് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ e⁻² ഇൻറ്റു e⁻³ എന്തായിരിക്കും? e⁻² പ്ലസ് 3h ദാറ്റ്സ് ഈക്വൽ ടു e⁻h എന്നാണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇൻറ്റിഗ്രേഷൻ ഓഫ് e⁻² ഇൻറ്റു e⁻3h നമുക്ക് e⁻h എന്ന് എഴുതാം. e⁻h dh. നെക്സ്റ്റ് സ്റ്റെപ്പിൽ y ഇൻറ്റു e⁻3h ഇൻറ്റിഗ്രേഷൻ ഓഫ് EH, അതായത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ ഓഫ് EH എന്ന് പറഞ്ഞാൽ EH എന്നാണ് വരിക. അപ്പോൾ EH ഇസ് ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് EH എന്ന് പറഞ്ഞാൽ EH എന്നാണ് വരിക. EH പ്ലസ് C എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതിനെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വൃത്തിയിൽ എഴുതാമെന്നുണ്ടെങ്കിൽ y ഈസ് ഈക്വൽ ടു എന്തെഴുതാം? e⁻3h അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. y ഈസ് ഈക്വൽ ടു വൈന് മാത്രം സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെല്ലാം മറുഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. y ഈസ് ഈക്വൽ ടു e⁻h ഡിവൈഡ് ബൈ e⁻3h ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡായി c ബൈ e⁻3h എന്നായി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന ഫോമിൽ നമുക്ക് ചെയ്താം. a⁻m മൈനസ് n എന്ന രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഇത് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? y ഈസ് ഈക്വൽ ടു e⁻−2h പ്ലസ് c e⁻−3h നമുക്ക് കിട്ടും. -3h കേട്ടാണ് ഡിനോമിനേറ്റർ ഉള്ളത്. ഡിനോമിനേറ്ററിലേക്ക് മാറുമ്പോൾ മൈനസായി മാറും. ഇതുവരെ എഴുതിയാലും ഉത്തരം ശരിയാണ്. കുറച്ചുകൂടി ഒന്ന് കൂട്ടി എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വൈന ഒരു ടൈമിൽ എടുത്തിട്ട് ബാക്കിയുള്ളതിനപ്പുറത്തെ ടൈമിൽ കൊണ്ടുപോയിട്ടും എഴുതാം. ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx + 3y = e⁻²h അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നത് dy/dx + py = q എന്നൊരു രൂപത്തിലാണ്. ഇതിൽ നമുക്ക് p എടുത്തെഴുതാം, അതുപോലെ തന്നെ q എടുത്തെഴുതാം. എന്നിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ ആയിട്ടുള്ള f = e⁻p⁻dx എന്ന രൂപത്തിൽ പിയുടെ പകരം 3 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? e⁻3h എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും. അടുത്തത് ജനറൽ സൊല്യൂഷൻസ് കാണാം. y ഇൻറ്റു e⁻3h ഇൻറ്റിഗ്രൽ ഓഫ് e⁻2h, അതായത് q എന്ന് വെച്ചാൽ e⁻2h ആണ്. 2h എഴുതി. ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ ആയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇൻറ്റിഗ്രേറ്റഡ് ഫാക്ടർ e⁻3h ആണ്. അതും എടുത്തെഴുതി. ഇനി നമുക്കറിയാം e⁻−2h ഇൻറ്റു e⁻3h എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലുള്ളത്, അതായത് a⁻m ഇൻറ്റു a⁻n = a⁻m + n എന്നുള്ളതിൽ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു രൂപത്തിലാക്കി മാറ്റുമ്പോൾ അതായത് e⁻−2h ഇൻറ്റു e⁻3h എന്ന രൂപത്തിലാവും. e⁻h എന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ ഓഫ് e⁻h ഇൻറ്റു dh എന്നായി. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ ഓഫ് e⁻h എന്ന് വെച്ചാൽ e⁻h ആണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതേപോലെ തന്നെയാണ് അതിൻ്റെ ഇൻറ്റിഗ്രേഷൻ വരിക. e⁻h പ്ലസ് c കോൺസ്റ്റൻ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ് y' = h + y / h. ക്വസ്റ്റ്യനിൽ ഹോമോജീനിയസ് ആണോ അല്ലയോ, അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് y' എന്നതിനെ f(x y) എന്ന് എഴുതാം. അപ്പോൾ f(x y) = h + y / h ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ തന്നെ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എക്സിന് പകരം λ(x)ഉം വൈയുടെ പകരം λ(y)ഉം ആയിട്ട് എഴുതാം. അപ്പോൾ f(λx, λy) = എക്സിന് പകരം λx പ്ലസ് വൈയുടെ പകരം λy ഡിവൈഡ് ബൈ എക്സിന് പകരം λx. ഇനി ശ്രദ്ധിക്കൂ, ഈ λx പ്ലസ് λy, λ എന്നതൊരു കോമൺ ആയിട്ടുള്ള ടൈം ആയതുകൊണ്ട് പുറത്തേക്ക് എഴുതി. ബാക്കി ബ്രാക്കറ്റിനുള്ളിൽ x + y ഡിവൈഡ് ബൈ λx. ഇത് λxും കോമൺ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെയുള്ളത് x + y ഡിവൈഡ് ബൈ h എന്നുള്ളതാണ്. ശ്രദ്ധിക്കൂ, h + y ഡിവൈഡ് ബൈ h എന്നത് f(x) ആയിട്ടുള്ള h + y ഡിവൈഡ് ബൈ x-ഉമായിട്ട് ഈക്വൽ ആണ് നമുക്ക് കിട്ടി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഹോമോജീനസ് ആണ്.